ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര അവാർഡ് കരസ്ഥമാക്കിയ മലയാളത്തിന്റെ മഹാനടനായ പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് ആദ്യമായി അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. രാഹുൽ സദാശിവൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമാണ് ദേശീയ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത്. അജയന്റെ രണ്ടാം മോഷണം അഥവാ ARM എന്ന സിനിമയിലൂടെ വൈക്കം വിജയലക്ഷ്മിക്ക് ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും ലഭ്യമായിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയന്റെ അവസാന സിനിമ കൂടിയായ ജനനായകൻ ഈ വരുന്ന ജൂലൈ 23-നാണ് തിയേറ്ററിലെത്തുന്നത്. വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് കേരളത്തിൽ ആരംഭിച്ചിരുന്നു. ബുക്കിംഗ് ആരംഭിച്ച് 2.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ 1 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കേരളത്തിൽ പ്രീസെയിൽ നേടിയെടുത്തിരിക്കുന്നത്. 2026-ൽ കേരളത്തിൽ ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമകളുടെ പട്ടികയിൽ ജനനായകൻ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഹിന്ദി പതിപ്പിന്റെ ബുക്കിംഗും നാളെ ആരംഭിക്കുന്നതാണ്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജൂലൈ 16 വ്യാഴാഴ്ച തിരക്കഥ മലയാള സിനിമയാണ് വരവ്. ചിത്രം 3-ാമത്തെ ദിവസമായ ആദ്യ ശനിയാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ചിത്രം വ്യാഴം വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 2,40,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്ന് 3-ാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 85-90 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 3,25,00,000 റേഞ്ചിലാണ് കേരളത്തിൽ 3 ദിവസം കൊണ്ട് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 4.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ജൂലൈ 10-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഐ നോബഡി. ചിത്രം 10-ാം ദിവസമായ 2-ാമത്തെ ശനിയാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 10 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 7,10,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത് 7,25,00,000 റേഞ്ചിലാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 14,80,00,000 റേഞ്ചിലുമാണ്. ഇന്നലെ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഓ സുകുമാരി. ഭരത് ദർശൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ തിരുവീർ, ഐശ്വര്യ രാജേഷ്, മുരളീധർ ഗൗഡ്, ഷാൻസി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രയിൽ ആദ്യ ദിവസം 22 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 16 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ 1 ലക്ഷം ഉൾപ്പെടെ 39 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി സിനിമ ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത്. ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിൽ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി മുന്നോട്ട് പോകുന്ന തെലുങ്ക് സിനിമയാണ് ലെനിൻ. മുരളി കിഷോർ അബ്ബുരു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോൾസെ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നപ്പോൾ ആന്ധ്രയിൽ കളക്ട് ചെയ്തത് 22,02,00,000 രൂപയും തെലങ്കാനയിൽ 21,23,00,000 രൂപയുമാണ്. അങ്ങനെ തെലുങ്ക് കളക്ഷനായി 43,45,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. കർണാടകയിൽ നിന്ന് 4,67,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി 52 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 48,81,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് $1.01 മില്യൺ, അതായത് 9,70,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 58,51,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ജൂൺ 19-ന് തിയേറ്ററിൽ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമായി കഴിഞ്ഞ തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. സാമന്ത നായികയായി BB നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 29 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. തെലങ്കാനയിൽ 32,43,00,000, ആന്ധ്രാപ്രദേശിൽ 24,92,00,000 എന്നിങ്ങനെ തെലുങ്ക് കളക്ഷനായി മാത്രം സിനിമ നേടിയെടുത്തത് 57,35,00,000 രൂപയാണ്. കർണാടകയിൽ 13,04,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 6 കോടിയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 90,50,000 രൂപ നേടിയെടുത്ത ഈ സിനിമ 78,31,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് $2.50 മില്യൺ, അതായത് 23,83,00,000 രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 29 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 102,14,00,000 രൂപയാണ്. അജയ് ദേവഗൻ നായകനായി ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത് ജൂലൈ 10-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. ഈ സിനിമ കേരളത്തിൽ 17 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 125,20,00,000 രൂപയാണ്. വിദേശത്ത് $1.86 മില്യൺ, അതായത് 17,75,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 142,95,00,000 രൂപയാണ്. ശിവറാവയിൽ സംവിധാനം ചെയ്ത് ജൂലൈ 3-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ആൽഫ. ആലിയ ഭട്ട്, ഷർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 82 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 69,53,00,000 രൂപയാണ്. വിദേശത്ത് $2.90 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 27,80,00,000 രൂപ. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 97,33,00,000 രൂപയാണ് ആദ്യ 15 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 100 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. 46,20,00,000 രൂപ നിലവിൽ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ജൂൺ 26-ന് തിയേറ്ററിൽ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ ബോളിവുഡ് സിനിമയാണ് വെൽക്കം ടു ദി ജംഗിൾ. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, പരേഷ് റാവൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 22 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 158,80,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $3.46 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 33,01,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 191,81,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്.
ജൂലൈ 3 വെള്ളിയാഴ്ച തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിവർ അഭിനയിച്ച ഈ സിനിമ ചെല്ല അയ്യാവു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 1,01,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 38,09,00,000 രൂപയും കർണാടകയിൽ 2,53,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 41,98,00,000 രൂപയാണ്. വിദേശത്ത് 7,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 49,73,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇതേ മുരളി. ആകാശ് ഭാസ്കരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഥർവ, പ്രീതി മുകുന്ദൻ, കയാത് ലോഹർ എന്നിവരോടൊപ്പം മലയാളി താരം ഫഹദ് ഫാസിൽ ക്യാമിയോ റോളിലും അഭിനയിച്ചിരുന്നു. ഈ സിനിമ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 29,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 15,45,00,000 രൂപയും കർണാടകയിൽ 1,63,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 18,80,00,000 രൂപയാണ്. വിദേശത്ത് $4,75,000, അതായത് 4,56,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 23,36,00,000 രൂപയാണ്. 14 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി ലഭിച്ചിരിക്കുന്നത് 11,26,00,000 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.